ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ പുസ്തക പ്രകാശനം നടക്കുന്നു തത്സമയം. ഗ്രന്ഥകർത്താവ് എം പി വീരേന്ദ്രകുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇരുൾ പരക്കുന്ന കാലം എന്നതാണ് ഈ കൃതിയുടെ പേര്. ഈ കൃതിയുടെ പ്രകാശനത്തിന് സാധാരണയിൽ കവിഞ്ഞ മാധ്യമ ശ്രദ്ധയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഈ കൃതിയുടെ രചയിതാവ് ശ്രീ എം പി വീരേന്ദ്രകുമാറും പ്രകാശനം നിർവഹിക്കുന്നത് ഞാനും ആണെന്നതാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരിൽ ചിലർ വെച്ചു പുലർത്തുന്ന ധാരണ പിശകാണ് ഇതിന് പ്രധാന കാരണമായി വന്നിട്ടുള്ളത്. അവർ പലരും ധരിക്കുന്നത് ഞങ്ങൾ വലിയ ശത്രുക്കളാണ് എന്നാണ്. ശത്രുവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന നിലയിലാണ് അവരിൽ പലരും ഈ ചടങ്ങിനെ കാണുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ ചടങ്ങിന് പതിവിൽ കവിഞ്ഞ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാറിനോട് എനിക്ക് വ്യക്തിപരമായി ഒരുവിധ ശത്രുതയുമില്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന് എന്നോടും അങ്ങനെ തന്നെയാണ് എന്നതാണ് എൻ്റെ ഉറച്ച ധാരണ. ശത്രുതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന ഇത്തരം രചനാപരമായ കാര്യങ്ങളോട് എനിക്ക് ബഹുമാനവുമുണ്ട്. വീരേന്ദ്രകുമാറിനോട് ശത്രുതയില്ല എന്ന് പറയുമ്പോൾ ഒരുവിധ വിയോജിപ്പുമില്ല എന്നതിനർത്ഥമില്ല. വിയോജിപ്പുണ്ട്, അത് വ്യക്തിപരമല്ല, രാഷ്ട്രീയത്തിലുള്ളതാണ്. അദ്ദേഹത്തിന് എന്നോടും വ്യക്തിപരമായി അല്ല വിയോജിപ്പ്, രാഷ്ട്രീയമായി വിയോജിപ്പുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ തലത്തിലുള്ള വിയോജിപ്പ് ഞങ്ങൾ തമ്മിലുണ്ട്. ഇതാണ് യഥാർത്ഥ വസ്തുത. അതിൽ ഞങ്ങൾക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പരസ്പര പരിഭവവുമില്ല. രാഷ്ട്രീയമായി വിയോജിപ്പുള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ട് പാർട്ടികളിൽ നിൽക്കുന്നത്. അത് സ്വാഭാവികമായി ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വിയോജിക്കുന്ന മേഖലകളുണ്ട്, അത് മറച്ചു വെക്കേണ്ടതില്ല. യോജിപ്പുള്ള മേഖലകളുണ്ട്, അത് വിളിച്ചു പറയേണ്ട കാര്യവും ഇല്ല. ഈ നിലക്കുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉള്ളത്. പരസ്പരമുള്ള സ്നേഹവിശ്വാസത്തിലും ആദരവിലും അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ ബന്ധം. ഞങ്ങളുടെ ബന്ധം ഇത്രത്തോളം എത്തിയത് യോജിച്ചും വിയോജിച്ചും തന്നെയാണ്. യോജിപ്പിൻ്റെ തലം ഒരു കാലത്ത് ഒരേ ജയിലറയിൽ കഴിയുന്നിടം വരെ ഞങ്ങൾ ആ ജയിൽവാസം അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു. ഒരുമിച്ച്
തടവിൽ കഴിയുമ്പോഴുണ്ടാകുന്ന ബന്ധത്തിന് സാധാരണയിൽ കവിഞ്ഞ വലിയ ദൃഢതയുണ്ടാവും. ഒരേ ലക്ഷ്യം പങ്കിട്ട് ഒരേ മൂല്യം മുൻനിർത്തി ഒരുമിച്ച് തടങ്കലിൽ കഴിയുക. എന്നെങ്കിലും പുറത്തു വരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവും ഇല്ലാതിരിക്കുക. അങ്ങനെയുള്ള ബന്ധത്തിന് വലിയ ശക്തിയാണ്. അത് നമ്മുടെ പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. എപ്പോഴെങ്കിലും ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും ഈ പറഞ്ഞ ജയിലറ ബന്ധത്തിൻ്റെ അസ്വാരസ്യങ്ങളൊക്കെ ഇല്ലാതാക്കും എന്നതാണ് യഥാർത്ഥ നില. കാരണം ആ ജയിലറയുടെ ശക്തി അത്രത്തോളമാണ്. ആ ശക്തി കൊണ്ടാണ് ഈ പറയുന്ന അസ്വാരസ്യങ്ങൾ ഇല്ലാതാവുക. ഇവിടെ രാഷ്ട്രീയമായ വിയോജിപ്പിൽ അസ്വാഭാവികത ദർശിക്കേണ്ടതായിട്ടില്ല. സഖാവ് വീരേന്ദ്രകുമാർ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഈ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവർ തമ്മിൽ എല്ലാ കാലത്തും യോജിപ്പിൻ്റേതും വിയോജിപ്പിൻ്റേതുമായ മേഖലകൾ ഉണ്ടായിട്ടുണ്ട്. സഖാവ് വീരേന്ദ്രകുമാറിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കഴിഞ്ഞതാണെങ്കിലും പിന്നീട് ഒരു ഘട്ടത്തിൽ അദ്ദേഹം LDF വിട്ട് UDF പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. അനുകൂലിച്ചപ്പോഴും എതിർത്തപ്പോഴും ഞങ്ങൾ വീരേന്ദ്രകുമാറിന് അർഹതപ്പെട്ട മുഴുവൻ ആദരവും നൽകാൻ തയ്യാറായിട്ടുണ്ട്. അത് കാണാതിരിക്കരുത്. ഇവിടെ സഖാവ് CPF ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാതെ ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കാനിടയാവുന്നത്. വളരെ ചുരുക്കമായി പരിശോധിച്ചാൽ അവ എന്തൊക്കെയാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. ഒന്ന്, മതനിരപേക്ഷത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. രാജ്യത്തിൻ്റെ ഐക്യത്തെയും ഒരുമയെയും തകർക്കുന്ന വർഗീയ വിധ്വംസക ശക്തികളെ ചെറുത്തു തോൽപ്പിക്കൽ, ഇക്കാര്യത്തിൽ ദൃഢവ്രതത്തോടെയുള്ള ഒരേ നിലപാട് സഖാവ് വീരേന്ദ്രകുമാർ തുടർച്ചയായി സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗോളവൽക്കരണ രാഷ്ട്രീയം, സാമ്രാജ്യത്വത്തിൻ്റെ ആഗോളവൽക്കരണ ഗൂഢാലോചന തുറന്നു കാട്ടുന്നതിൽ മികവുറ്റ സംഭാവനയാണ് വീരേന്ദ്രകുമാറിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ദേശീയ സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങളെ ഉണർത്താൻ എപ്പോഴും നിതാന്ത ജാഗ്രത വീരേന്ദ്രകുമാർ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി വിവേക രാഷ്ട്രീയം. ബഹുരാഷ്ട്ര കോർപ്പറേറ്റുകൾ കുടിവെള്ളം പോലും ചോർത്തുന്നതിനെക്കുറിച്ച് പഠിച്ച് സമരരംഗത്തിറങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്.
പരിസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വികസനം എന്നത് നിരന്തരം അദ്ദേഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇത്തരം നല്ല കാര്യങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും. അതിന് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലാണോ മുന്നണിയിലാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആ നിലപാടുകളെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യും. നല്ലതിനെ നല്ലതായി കാണുന്നതാണ് ഞങ്ങളുടെ രീതി. ഇങ്ങനെ ആദരിക്കേണ്ടതിനെയൊക്കെ ആദരിക്കുമ്പോൾ തന്നെ വിയോജിപ്പുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യും. അത്തരമൊരു രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത്. വിയോജിപ്പ് തുറന്നു പറയുന്നത് അദ്ദേഹത്തിന് പ്രിയമാണോ അപ്രിയമാണോ അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ആലോചിക്കാറില്ല. എന്താണോ യഥാർത്ഥ നില അത് ഞങ്ങൾ വെളിപ്പെടുത്താറുണ്ട് എന്ന് മാത്രം. ഏതായാലും അപ്രിയം ഉണ്ടായാൽ തന്നെ അതൊരു തരത്തിലും വിദ്വേഷമായി മാറില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വിയോജിപ്പുകൾ ഇപ്പം മാത്രമല്ല മുൻപും ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള സാഹചര്യം, അന്നത്തെ ജനസംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചില മുന്നറിയിപ്പുകൾ ആ ഘട്ടത്തിൽ ഞങ്ങൾ നൽകിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. BJPയെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. പക്ഷേ BJP എതിർക്കുന്നതിന് കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് BJP എതിർക്കുന്ന നിലയുണ്ടായാൽ എങ്ങനെയിരിക്കും? ഇപ്പം നമ്മുടെ രാജ്യത്ത് അത്യധികം ആപത്ത് വിധിച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ നയം, അഴിമതി, രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുന്ന നിലപാടുകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ശ്രീ വീരേന്ദ്രകുമാർ തന്നെ എതിർത്തതാണ് ഘാട്ട് കരാർ, പേറ്റന്റ് നിയമ ഭേദഗതി, ബൗദ്ധിക സ്വത്തവകാശ നിയമ ഭേദഗതി. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി ആഗോളവൽക്കരണ നടപടികൾ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വലിയ തോതിൽ അമേരിക്കൻ വിധേയത്വം കാണിക്കുന്നത്, ഈ പറഞ്ഞതെല്ലാം കോൺഗ്രസിന് ബാധകമായിട്ടുള്ളതാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് BJPയും മാറി നിൽക്കുന്നില്ല. അത് ഇന്നത്തെ ഒരു പ്രത്യേകത. അപ്പോൾ BJPക്കും അതേ നയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുത്താൽ, ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഞങ്ങൾ എത്രയോ വേദികളിൽ കൂട്ടായി തന്നെ ആ പ്രശ്നം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ബാബറി മസ്ജിദ് തകർത്തത് സംഘപരിവാറാണെങ്കിൽ ആ തകർക്കുന്നതിന് മൗനത്തിലൂടെ കൂട്ടുനിന്നത് കോൺഗ്രസ് ആണ് എന്ന് രാജ്യത്തിനാകെ അറിയാം. അപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ നാം എതിർപ്പുയർത്തുമ്പോൾ നവ ഉദാരവൽക്കരണത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിർത്താൻ ശരിയാവില്ല. വർഗീയതയെയും നവ ഉദാരവൽക്കരണത്തെയും ഒരേ സമയം എതിർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ വലതുപക്ഷ ശക്തികളാണിത്. ആ വലതുപക്ഷ ശക്തികൾക്കെതിരെ ഒരു ബദൽ നയം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ബദൽ നയം ഉയർത്താനുള്ള പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കാനുള്ള ഒരു വിഭാഗമാണ് സോഷ്യലിസ്റ്റുകാർ. ഇപ്പം ആദ്യഘട്ടം മുതൽ
കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും യോജിച്ചും വിയോജിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നീങ്ങിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകാരുമായുള്ള വിയോജിപ്പ് നിലനിൽക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സോഷ്യലിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഒന്നായി നിന്നുകൊണ്ട് പൊരുതിയിട്ടുമുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. അതിനെപ്പറ്റി യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. അത് ഇടതുപക്ഷത്ത് ഉറപ്പിച്ചിട്ടുള്ള സ്ഥാനമാണ് സോഷ്യലിസ്റ്റുകാരുടെ. അപ്പോൾ സോഷ്യലിസ്റ്റുകാരെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്താണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലെത്തണമെങ്കിൽ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം. പുനരാലോചിക്കേണ്ടത് പുനരാലോചിക്കുക തന്നെ വേണം. കാലത്തിൻ്റെയും അതേപോലെ തന്നെ ജനതയുടെയും പ്രതീക്ഷക്കൊത്ത് ശരിയായ നിലപാട് എടുക്കലാണ് പ്രധാനം. നാടും ജനങ്ങളും നേരിടുന്ന അതിഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ശ്രീ വീരേന്ദ്രകുമാറിനുള്ളത്. ആ മനസ്സാണ് ഈ കൃതിയിൽ, ഈ ഇരുൾ പരക്കുന്ന കാലം എന്ന കൃതിയിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. ഇരുട്ട് ഏതൊക്കെ ദിശകളിൽ നിന്ന് എങ്ങനെ നമ്മെ ഗ്രസിക്കുന്നുവെന്ന് ഈ കൃതിയിൽ കൃത്യമായും വ്യക്തമാക്കിയിട്ടുണ്ട്. അസഹിഷ്ണുതയുടെയും വർഗീയ വിദ്വേഷത്തിൻ്റെയും ഇരുട്ട് പരക്കുന്നതിനെ കുറിച്ചാണ് ഈ കൃതിയിലെ ആദ്യ ലേഖനം. അതിൻ്റെ സ്വാഭാവിക തുടർച്ചയാണ് അസഹിഷ്ണുതയുടെ ഇരുൾ പരക്കുന്ന കാലം എന്ന രണ്ടാമത്തെ ലേഖനം. നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് നേരെ തുടർച്ചയായാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. ആ ആക്രമണങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നരേന്ദ്ര ദാബോൽക്കറും ഗോവിന്ദ് പൻസാരയും കൊൽബുർഗിയും തുടങ്ങിയവർ വർഗീയ ഭ്രാന്തന്മാരെ കൊല ചെയ്തത് എന്തിന് എന്നതിനുള്ള ഉത്തരം ഈ കൃതിയിലുണ്ട്. മൗലികവും യുക്തിസഹവുമായ ചിന്തകളോടുള്ള അസഹിഷ്ണുത, അത്തരം ചിന്തകളെ തല്ലിക്കെടുത്താനുള്ള വ്യഗ്രത, അതാണ് കൊലയിലേക്ക് നയിച്ചത്. അതോടൊപ്പം ഈ അസഹിഷ്ണുത എങ്ങനെ നാസിസത്തിൻ്റേതിന് സമാനമാവുന്നു എന്ന് ഈ രണ്ട് ലേഖനങ്ങളിലൂടെ സംശയാതീതമായി വ്യക്തമാക്കുന്നുണ്ട്. ദാദ്രി സംഭവം, അതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച മൗനം, ആ മൗനത്തിൻ്റെ അർത്ഥം, ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിമാർ, മന്ത്രിസഭയിലെ അംഗങ്ങൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അണികൾ നടത്തിയ അക്രമ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ പാടവത്തോടെ വീരേന്ദ്രകുമാർ ഇതിൽ അപഗ്രഥിക്കുന്നുണ്ട്. AK രാമാനുജന്റെ 300 രാമായണങ്ങൾ എന്ന കൃതിക്കെതിരായി നടന്ന ആക്രമണങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 1987 ആ കൃതി പുറത്തു വന്നത്. ആ കൃതിയെക്കുറിച്ച് 2.5 പതിറ്റാണ്ട് കാലം ഒരു തരത്തിലുള്ള ബഹളവും ഉണ്ടായില്ല.
സംഘപരിവാർ കേന്ദ്രത്തിലെ അധികാരത്തിലെത്താനുള്ള സാഹചര്യം ഉയർന്നു വരുന്നുവെന്ന് വന്ന ഘട്ടത്തിലാണ് ഈ കൃതിയെ ചൊല്ലി വിവാദം ഉയർത്തിയത്. അപ്പം അധികാരം പിടിക്കാനുള്ള ഉപകരണമാക്കി ചരിത്രകൃതിയെപ്പോലും സംഘപരിവാർ ഉപയോഗിക്കുകയാണ്. നിരവധി കൃതികൾ നിരോധിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം പൂർണ്ണമായും ഹനിക്കുകയാണ്. അത്തരം കൃതിയിൽ എന്തെങ്കിലും അപകടമുണ്ടായതുകൊണ്ടല്ല, അത്തരം കൃതികളെ വർഗീയ വിദ്വേഷം കുത്തിപ്പൊക്കാനുള്ള ഉപകരണങ്ങളായാണ് സംഘപരിവാർ കാണുന്നത്. മാതൃഭൂമിയിൽ എഴുതിയപ്പോൾ എം ബഷീറിനെതിരായി വർഗീയവാദികൾ ബഹളമുണ്ടാക്കിയത് ഇതിൽ വീരേന്ദ്രകുമാർ എടുത്തു കാണിക്കുന്നുണ്ട്. ഇവിടെ ലോകത്തേറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പലസ്തീൻ പ്രശ്നം, ഗാസ കത്തുന്നു ലോകമുറങ്ങുന്നു എന്ന ലേഖനത്തിൽ പലസ്തീനികളുടെ നിസ്സഹായാവസ്ഥ, അവരെ നിഷ്ഠുരമായി ആക്രമിച്ചു കൊല്ലുന്ന ഇസ്രയേലിൻ്റെ ധാർഷ്ട്യം കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ധാർഷ്ട്യത്തിന് ശക്തി പകരുന്ന അമേരിക്കയുടെ കാപട്യം ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം തുറന്നു കാട്ടുന്നുമുണ്ട്. ഇതോടൊപ്പം പരിശോധിക്കേണ്ട ഒരു കാര്യവും രാജ്യത്തിലെ ജനങ്ങൾ ഓർമ്മിക്കേണ്ടതുമായ ഒരു കാര്യം ശരിയായ രീതിയിൽ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ഇന്ത്യയുടെ മാറിയ മനോഭാവമാണ്. അത് കൃത്യമായ നിലയിൽ അപഗ്രഥിക്കുന്നുണ്ട്. പ്ലാച്ചിമട മുതൽ ഡിട്രോയിറ്റ് വരെ ഇത് മുതലാളിത്തവും സാമ്രാജ്യത്വവും എത്ര ക്രൂരമാം വിധം മനുഷ്യത്വരഹിതമാവും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ലേഖനമാണ്. അത് കൃത്യമായി തുറന്നു കാണിക്കുകയാണ്. കുടിവെള്ളം മനുഷ്യന്റെ മൗലികാവകാശമല്ല എന്ന കോടതി വിധി, അത്തരമൊരു വിധി കോടതി പുറപ്പെടുവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഖമില്ലാത്ത അമേരിക്ക, മുഖമുള്ള ഇറാഖ് എന്ന ലേഖനം. സംസ്കാരത്തിൻ്റെ ചരിത്രം കൊണ്ട് അതിധന്യമായ ഒരു രാജ്യമാണ് ഇറാഖ്. ആ രാജ്യത്തെയാണ് സംസ്കാരത്തിന്റെ ചരിത്രമേ അവകാശപ്പെടാനില്ലാത്ത അമേരിക്ക ചുട്ടരിച്ചത്. അതിനിടയാക്കിയ രാഷ്ട്രീയ കാരണങ്ങൾ ശരിയായ രീതിയിൽ തന്നെ ഇതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് ഈ പോക്ക് എങ്ങോട്ട്? ഇത് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് വംശീയാടിസ്ഥാനത്ത് നടത്തിയ നരമേധം, അതിൽ സംസ്ഥാന അധികാരം വഹിച്ച പങ്ക്, ഇതെല്ലാം കൃത്യമായി വരച്ചു കാട്ടുകയാണ്. ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ, ആഗോളീകരണം അതിൽ വരുന്നുണ്ട്, ന്യൂനപക്ഷ ധ്വംസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഭീകരവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ സഖാവ് CP അബൂബക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്ര പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്ന ലേഖനങ്ങളാണ് ഈ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ രാമന്റെ ദുഃഖം, ഇത് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എങ്ങനെ വായിക്കണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ അതിനുയരുന്ന ചോദ്യം രാജ്യത്തിൻ്റെ മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യമാണ്.
അപ്പോൾ പ്രത്യേകത രാജ്യത്തിൻ്റെ മനസ്സിൽ മുഴങ്ങേണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതാണ്. അതും സഖാവ് വീരേന്ദ്രകുമാരുടെ രചനയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പറഞ്ഞു ഘാട്ടും കാണാച്ചരടുകളും. നേരത്തെ വീരേന്ദ്രകുമാർ എഴുതിയ പുസ്തകം നമ്മുടെ സമൂഹമാകെ ശ്രദ്ധിച്ച ഒന്നായിരുന്നു. ഘാട്ട് കരാറിൻ്റെ പശ്ചാത്തലത്തിൽ അധിനിവേശത്തിൻ്റെ കാണാച്ചരടുകൾ വായനക്കാർക്ക് ശരിയായ രീതിയിൽ കാണിച്ചു കൊടുത്ത ഒരു പുസ്തകമായിരുന്നു അത്. ഇപ്പോൾ സ്വകാര്യവൽക്കരണം, അതോടൊപ്പം ഉദാരവൽക്കരണ നടപടികൾ, ആഗോളവൽക്കരണ നയം, ഈ നയങ്ങളിലൂടെ സാമ്രാജ്യത്വത്തോട് നമ്മുടെ അധികാരി വർഗം ശൃംഖരിക്കുകയാണ്. അങ്ങനെ സാമ്രാജ്യത്വത്തോട് ശൃംഖരിക്കുന്ന അധികാരി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്, ആ അധികാരവർഗത്തിനെതിരെയുള്ള രാഷ്ട്രീയമാണ് വീരേന്ദ്രകുമാർ ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും എതിരെയുള്ള നിലപാട് തുടർച്ചയായി അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഈ ആശയം, ആ ഒരു രാഷ്ട്രീയം കേവലം ഒരു ആശയമായി മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല. സ്വാഭാവികമായും അതിനനുസൃതമായ പ്രായോഗിക നിലപാടുകൾ ഉണ്ടാകും. ഇവിടെ ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കാലം വീണ്ടും ഇരുളുകയാണ്. അമിതാധികാര പ്രവണതയുടെ കാലത്തായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ജയിലിലായിരുന്നു. ഇപ്പോൾ അമിതാധികാര പ്രവണതയോടൊപ്പം ഫാസിസ്റ്റ് പ്രവണതകളും ഒരുമിച്ച് വരികയാണ്. വീണ്ടും കാലത്തെ ഇരുട്ട് നിറഞ്ഞതാക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് നിന്ന് പൊരുതേണ്ട കാലം വീണ്ടും വരുന്നു എന്നാണ് അതിനർത്ഥം. അത്തരം ഒരു കാലമുണ്ടാകുമ്പോൾ അതിനെതിരായ പോരാട്ടം ഉണ്ടാകുന്നതിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല. ആഗോളവൽക്കരണത്തിന് ബദലില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നൊരു കാലമാണിത്. അവിടെയാണ് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയേണ്ടത് ബദലുണ്ട് എന്ന്. ആഗോളവൽക്കരണത്തിന് ബദലുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട ഒരു കാലമാണിത്. അതിനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുന്ന കൃതിയാണ് ഈ കൃതി, ഇരുൾ പരക്കുന്ന കാലം. ഇരുൾ പരക്കുന്ന കാലത്ത് ആവശ്യമുള്ളത് ഇത്തരം വെളിച്ചം പരത്തുന്ന കൃതികളാണ്. ആഗോളവൽക്കരണത്തിനും അധിനിവേശത്തിനും വർഗീയ ഫാസിസ്റ്റ് പ്രവണതകൾക്കുമെതിരെ ചിന്തകൾ പടർത്തുന്ന ഈ കൃതി പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. ഈ കൃതിക്ക് നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വിപുലമായ സ്വീകാര്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഗ്രന്ഥകർത്താവ് ശ്രീ MP വീരേന്ദ്രകുമാറിനെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം ഈ കൃതി ചിന്തക്ക് നൽകാൻ സന്നദ്ധമായതിനെയും അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ഈ കൃതി പ്രസിദ്ധീകരിച്ച ചിന്തയെ അനുമോദിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, അവസാനിപ്പിക്കുന്നു.